എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. എങ്ങനെ ആരോഗ്യപ്രദമായി ജീവിക്കാം, എങ്ങനെ വിജയിക്കണം, എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം, എല്ലാം അറിയാം. പക്ഷേ ഒരു ചോദ്യം, അറിയാവുന്നത് കൊണ്ട് എന്താണ് മാറുന്നത്? ഹെൽത്തി ആയിട്ടിരിക്കാൻ നല്ല ഭക്ഷണം വേണം, റെഗുലർ എക്സസൈസ് വേണം, ഫോക്കസ് വേണം. ഇവയെല്ലാം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ഗൂഗിൾ പറഞ്ഞു തന്നിട്ടുണ്ട്, യൂട്യൂബ്, പുസ്തകങ്ങൾ ഇവയെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നാം അറിഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും എവിടെയാണ് പ്രശ്നം? ചെയ്യാത്തതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്ന് ഞാൻ പറയാം. കാരണം നോയിങ് ആൻഡ് ഡൂയിങ് ഇവ രണ്ടിനും ഇടയിൽ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ സ്പേസിൽ ഒരു എക്സ്ക്യൂസ് കിടപ്പുണ്ട്. ഇന്ന് വേണ്ട, നാളെ ആകട്ടെ, ഇന്ന് സമയമില്ല എന്ന ഒരു എക്സ്ക്യൂസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എക്സ്ക്യൂസ് ആകുന്നതെന്നറിയോ? വേറെന്താ? ഡിസിപ്ലിൻ ഇല്ല. ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് നാം ഇന്നത്തെ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്നത്. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക എന്നത് തന്നെയാണ് ഡിസിപ്ലിൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക എന്നത് ഒരു ബോറിംഗ് ആയിരിക്കും, ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഈ ബോറിംഗ് ആയ കാര്യം തന്നെ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളിൽ മാറ്റമുണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കും, എന്താണ് എനിക്ക് മാറ്റമുണ്ടാകാത്തത് എന്ന്. അതിനുള്ള ഉത്തരമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അറിവ് അന്വേഷിക്കുന്നു, പക്ഷേ അറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. ഒരു ദിവസം മോട്ടിവേഷൻ ഉണ്ടാകും, മാറ്റങ്ങളില്ല. പക്ഷേ ഡിസിപ്ലിൻ അത് മോട്ടിവേഷൻ ഇല്ലെങ്കിലും ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. സോ നമ്മുടെ ജീവിതത്തിൽ പുതിയതായിട്ട് ഒരു സീക്രട്ടുമില്ല. നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തനയോടെ ചെയ്യുക എന്നത് മാത്രമാണ് ആകെയുള്ള ഒരു കാര്യം. ഈറ്റ് ബെറ്റർ, മൂവ് മോർ, ഫോക്കസ് ഡീപ്ലി, റെസ്റ്റ് വെൽ. ഇവ എല്ലാം സിമ്പിളാണ്, പക്ഷേ ഈസി അല്ല. ഇവിടെ നാം ചെയ്യേണ്ടത്, നാം ഇപ്പോൾ ഉള്ള വ്യക്തി, ഇനി മാറാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വ്യക്തി, ഈ രണ്ടിനും ഇടയിലുള്ള ഒരു പാലമുണ്ട്. ആ ഗ്യാപ്പ്, ആ പാലം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ റിയാലിറ്റിയായി മാറും. യെസ്, റെഡിയല്ലേ? നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ മാറ്റത്തിന് നിങ്ങൾക്ക് ഗ്യാപ്പായിട്ട് നിൽക്കുന്ന ആ ബ്രിഡ്ജ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നേ. ലവ് യു ഓൾ, ബി ഹാപ്പി.